പൃഥ്വിരാജ്, സുകുമാരൻ, ബേസിൽ ജോസഫ് തുടങ്ങിയവർ ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഗുരുവായൂരമ്പലം നടയിൽ എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള പ്രേക്ഷക പ്രതികരണമാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ബേസിൽ ജോസഫ്, പൃഥ്വിരാജ്, സുകുമാരൻ, അനശ്വര രാജൻ, അതോടൊപ്പം തന്നെ നിഗ്ര വിമൽ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ജയ ജയ ഹേ എന്ന് പറയുന്ന സിനിമ അണിയിച്ചൊരുക്കിയ ബിപിൻ ദാസ് അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഗുരുവായൂരമ്പലം നടയിൽ എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോ ചിത്രം ഇന്നാണ് റിലീസിനെത്തിയ. ചിത്രത്തിന്റെ ആദ്യ ഷോയുടെ ഫസ്റ്റ് ഹാഫാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ചിത്രത്തിന് മികച്ച ഒരു കോമഡി എന്റർടൈൻ എന്നുള്ള ഒരു ലേബൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് സെക്കൻഡ് ഹാഫിലോട്ടുള്ള ഒരു ഹിന്റ് നൽകുന്ന ഒരു ഇൻട്രോ ടിസ്റ്റൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം കഴിയുമ്പോൾ പ്രേക്ഷകർ പറയുന്നത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫും വരെ മികച്ചൊരു വിജയമായിട്ട് മാറുമെന്നൊക്കെ തന്നെ എന്തൊക്കെയാണ് പ്രേക്ഷകർ വളരെയധികം സിനിമയെ ഏറ്റെടുത്തിട്ടുണ്ട്. ആദ്യ ഭാഗത്തിന് മികച്ച റെസ്പോൺസ് തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ റെസ്പോൺസ് കണ്ടിന്യൂ ചെയ്ത ചിത്രം 2024 മറ്റൊരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആണെന്ന് ഉറപ്പിച്ചിരിക്കണം. എന്തൊക്കെയാണ് ബേസിന്റെ പൃഥ്വിരാജിന്റെ കോമഡി നമ്പറുകളൊക്കെ കാര്യമായിട്ട് വർക്കൗട്ട് ആയപ്പോൾ യോഗി ബാബു കൈഡി വാങ്ങിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിനായിട്ട്. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം ഗുരുവായൂരമ്പലം നടയിൽ എന്ന് സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.